പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി കേട്ടാ, ഇപ്പൊ സോഷ്യൽ മീഡിയയില് പുള്ളിക്കെതിരെ വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. സ്വാഭാവികം, എനിക്കും തോന്നിയത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഒരാള് ഒന്ന് പൊങ്ങി വരിക അല്ലെങ്കിൽ ഇതായിട്ട് വരിക എന്ന് തോന്നുമ്പോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാണുന്ന ടിപ്പിക്കൽ കുശുമ്പെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഞാൻ പറയാം, ഞാൻ അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ കൂടിയായിരുന്നു മറ്റേ അഷ്കർ ടെക്കി. ഇങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെന്താ എന്താന്ന് അറിയില്ല. പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ച്. അതുകൊണ്ട് ഞാൻ പറയാം, ഇതെനിക്ക് പറയണം. ഇതെനിക്ക് കോൺട്രവേഴ്സി ആയാലും ആരെന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, കോടതിയൊന്നുമല്ലല്ലോ പേടിക്കൻ. കുടുംബസംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ അഹങ്കാരോ? ഞാൻ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിന്റെയൊക്കെ ചുറ്റുകളിയാണേ, നിന്നെയൊക്കെ എങ്ങനെയാ പറഞ്ഞു വിടുകയെന്ന് ആലോചിക്കാണ് ഞാൻ. ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഈ റൂമിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വെളിയിൽ ഇരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിയേഴ്സ്, അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ്, മൈക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ സ്പീക്കേഴ്സ്. ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കുന്ന സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്. മനസ്സിലായോ? അതിന് ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിനോ അഹങ്കാരോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടിത്തരം. പുള്ളിയുടെ ആസ് ആൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ബേസിക് റിക്വയർമെന്റ് ആണ് അതൊക്കെ. അതെങ്ങനെ അഹങ്കാരമാവും? സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ മേല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ബ്രോ ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചിരിക്കുന്നത്. DSLR വെച്ചിരിക്കുന്നത് എന്തിനാ? നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട് കൊടുക്കണം പുറത്തോട്ട്. അതുകൊണ്ടാണ് DSLR. അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയുടെ ഫേസ് ക്യാം മേടിച്ച് വെച്ചാൽ പോരായിരുന്നു. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. എല്ലാരും ഇത്ര ഹേറ്റ് ക്യാമ്പയിൻ. പുള്ളി ചിറാപ്പുഞ്ചി പാടുന്നത് ഓരോ നാട്ടിലെ ഓരോ സ്ഥലത്താണ്. റീൽ കാണുന്നവർ ഒരേ സ്ഥലത്തിരുന്ന് അത് സെയിം കണ്ടോണ്ടിരിക്കുക. പക്ഷെ പുള്ളി പോണത് പല പല സ്ഥലത്താ. പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ. അപ്പൊ അവിടെ പോകുമ്പോ ആളുടെ സ്വന്തം പാട്ട്, പുള്ളി പാടിയ പാട്ട് ചിറാപ്പുഞ്ചി ആൻഡ് ലോകയിലെ പാട്ട്, ലോക പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹൈ ഏണിങ്സ് ഉണ്ടാക്കിയ ഒരു ഫിലിമിൽ പാട്ട് പാടിയ ഒരു റെപ്യൂട്ടഡ് സിംഗറിന് ഇത്രയും ഹേറ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യം മനസ്സിലാവുള്ള. എല്ലാരും മറ്റേ ഇതങ്ങ് പറയാ പുള്ളിയും പുള്ളിയുടെ അനിയനും ഒരേ പാട്ടാണ് പരിപാടിക്ക് പാടുന്നതെന്ന് പറയാണ്. പക്ഷെ ഈ ഒരേ പാട്ടെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ അവര് പാടുന്നതാണ്. നമ്മൾ ഈ സാധനം റീൽസ് ആയിട്ട് ഒരിടത്തിരുന്ന് കാണുന്നേ ഉള്ളൂ. മനസ്സിലായ? അത് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ബോധം ഇല്ലാതെ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞാൻ പുള്ളിയുടെ വീഡിയോസ് നന്നായിട്ട് കാണുന്ന ഒരാളാ. ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി. അയ്യോ വീണ്ടും പോയിന്റ്. അൺസബ്സ്ക്രൈബ്. അഷ്കർ ഫീൽഡ് ഔട്ട് ആയി. അൺസബ്സ്ക്രൈബ് ബട്ടൺ. അൺസബ്സ്ക്രൈബ്. ഡോണ്ട് സ്പ്രെഡ് ഹേറ്റ് ഫോർ റീച്ച്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. I am sorry അളിയാ, I am sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലല്ലോ.